ശബ്ദമൊക്കെ ഇട്ട് ഓടി വന്നതാ. ഇനി അതിന്റെ ഫ്രണ്ടിലേക്ക് ഓടാണ്. അങ്ങോട്ട് വീട് മാറി. ഇപ്പൊ അവിടെയാണ് വീട്, നാരായണന്റെ വീട്. കംപ്ലീറ്റ് ആക്കാൻ ഏകദേശം 1 മാസം എടുക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. വീണേ നാരായണ ഇനി ഇവിടെ വരുന്നവര് എല്ലാവർക്കാ. ഹലോ ഗൈസ്, ഡേ 3 ഇൻ തഞ്ചാവൂർ. വി ആർ ഗോയിങ് ടു. എന്റെ ഫോൺ ബെല്ലടിക്കുന്നത് ലാറ. ഗൈസ്, ഇന്ന് ആഗസ്റ്റ് 15. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ ഞാൻ തരുന്നു. നമ്മൾ ഇന്ന് തിരിച്ചു പോകും നാട്ടിലേക്ക്. അതും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരാം. ബൈ, ഗുഡ് ബൈ. ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അമ്മേ, ഓട്ടോ റൈഡർ. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ വന്നിട്ടിருக்கு. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് കോംപ്ലിമെന്റ്സ് ഫ്രൈ. ഓക്കെ, കാരണം നമ്മുടെ 10 മണിക്കാണ് ഇവിടുത്തെ വെക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ട്രെയിൻ 6 മണിക്കാണ്. അപ്പോൾ ലഗേജ് കുറച്ച് നേരം ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, ഇന്ന് ഫുഡ് കഴിക്കുന്നത് മുകളിലാണ്, 4ാമത്തെ നിലയിലാണ്. ഇന്നലെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, ഇന്ന് 4ാമത്തെ നിലയിലാണ്. അമ്മേ, ഇത് ദാണ്ട സീറ്റ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇഡലിയും ദോശയാന്ന് തോന്നുന്നു. ഇന്നലെ നെയ് റോസ്റ്റ് ആയിരുന്നു. അയ്യോ, അവസാനം ഇട്ടാ ഇത് വേണ്ടായിരുന്നു. മറ്റേ പൊങ്കലോ അങ്ങനെ എന്തോ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത്. ദോശല്ല കേസ്, ഇന്ന് ഒത്തപ്പമാണ്. കുറച്ച് മതി ഇവിടെ സൈഡ്. മതി. ഇന്ന് ഊത്തപ്പം ആൻഡ് വീട്ടിലായി. ഗൈസ്, ഇവിടെ ബാൻഡിൻ്റെ എന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് പരിപാടി. അതിന്റെ ശബ്ദം കേട്ട് ഓടി വന്നതാ. ഇനി അതിന്റെ ഫ്രണ്ടിലേക്ക് ഓടാണ്. നോക്കട്ടെ. ശൂലം കുത്തിയിട്ട്, വലിയ കമ്പിയിൽ ശൂലം കുത്തിയിട്ട് പോണതാണ് ആ കാണുന്നത്. ചോരയുണ്ട്, താഴെക്കാണ് ചോരയാണ്. ചോര റൂമിൽ ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാണ്. മറ്റേ ബാനിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവിടെ എത്തിയപ്പോൾ വേറെ എന്തോ കണ്ട്. അതിന് നോക്കിയപ്പോൾ ശൂലത്തിൻ്റെത്. അപ്പോൾ ഞങ്ങൾ ഓടി നേരെ ഫ്രണ്ടിൽ കയറി. കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നല്ല വെയിലുണ്ട്. ഞങ്ങളിപ്പോൾ അതേ റൂമിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ്. അപ്പോൾ റൂം എത്തിയിട്ട് വരാം ഗൈസ്. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏകദേശം 12 മണി. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഒരു കടയിൽ പോയായിരുന്നു, ഷോപ്പിൽ പോയായിരുന്നു. അവിടെയാണ് ഇന്ന് ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ജ്യൂസ് കിട്ടുന്ന ഷോപ്പിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ കയറിയിരിക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് വന്നു, കുടിച്ച് നോക്കാം നമുക്ക്. എന്തൊരു വയസ്സല്ലേ. നമ്മൾ കുടിച്ച തീരത്തെ മാംഗോ ജ്യൂസ് ഉണ്ടായി. ഞങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് തന്നു. ഇവിടെ കിട്ടും നല്ല ജ്യൂസ് ഇട്ടത്. അങ്ങനെയുണ്ട് ശ്രമം. നല്ല ആർക്കാ ഉടൻ വരും. ഗൈസ്, ജ്യൂസ് കുടിച്ചിറങ്ങി നമ്മളങ്ങനെ വീണൈക്കട അന്വേഷിച്ചെടുക്കുകയാണ്. വീണയുടെ കട ഇവിടെ കുതിരേനെ കാണാം. കുതിരേനെ കണ്ട
അതിൻ്റെ ബാക്കിൽ വരുന്ന ഹുണ്ടായുടെ മറ്റേ കാറുകളിലെയാ. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണക്കടയിലോട്ട് നടക്കുകയാണ് ഗൈസ്. 4 കടയുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീണയുടെ കട അന്വേഷിച്ചെടുക്കാണ്. അപ്പുറ സൈഡാ? അയ്യോടാ, ഇതിൽ കൂടെ വഴിയില്ലേ? ആ, ഈ വഴിതാ. നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാർ വഴി കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. എടാ ഞാൻ പോയിട്ട് വരാം. ആ ഓക്കെ. നമ്മൾ വീണക്കട അന്വേഷിച്ച് പോവുകയാണ്. ഇതാ ഇതാ ആ എന്നെ അവിടുത്തെ കടയിൽ പുള്ളി ഇറക്കി വിട്ടു. എൻ്റെ ഈ കാണുന്ന ബാക്കിലായിരുന്നു പഴയ വീണയുടെ കമ്പനി ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി വിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കടക്കാർ ഇപ്പം വീണ ഉണ്ടാക്കുന്ന കമ്പനി എനിക്ക് പറഞ്ഞു തന്നു. അത് അവിടെയാണ്. വീണൈ നാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ പുള്ളിയുടെ പേര്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, വീണൈ നാരായണൻ. ഇനി ഇവിടെ വരുന്നവർ തഞ്ചാവൂർ ബ്രാഞ്ച് DBS തഞ്ചാവൂർ ബ്രാഞ്ചിൻ്റെ അടുത്ത് വരാം. അവിടെ വീണൈ നാരായണൻ എന്ന് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. തൊട്ടടുത്താണ് വീണൈ നാരായണൻ്റെ വീട്. അവിടെ ഇനി നമുക്ക് കയറ്റോ എന്നറിയില്ല. നമുക്കെന്തായാലും ചെന്ന് നോക്കാം. നമ്മളെ അവിടേക്ക് കയറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പുള്ളി വന്നിട്ട് ജസ്റ്റ് കയറിക്കൊള്ളാൻ പറഞ്ഞു, വേറെ നോക്കിയൊന്നുമില്ല, ജസ്റ്റ് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ വരുന്നുണ്ട്. ഇതായിരുന്നു പഴയ വീണനാരായണൻ്റെ വീട്. രണ്ട് വീണനാരായണൻ ഞാൻ മരത്തിൻ്റെ അങ്ങോട്ട് വീട് മാറി. ഇപ്പൊ അവിടെയാണ് വീണനാരായണൻ്റെ വീട്. അവിടെയാണ് കമ്പനിയും അവിടെയാണ് എല്ലാം. ഈ കാണുന്ന മരം അവിടെ വീണനാരായണൻ എന്ന് ബോർഡ് വെച്ചേക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കിട്ട് പോകുന്നു. ആ സ്ഥലത്തല്ലായിരുന്നു വീണ ഉണ്ടാക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേട്ട് പോകണം. ഇതാണ് ഓട്ടോ ചേട്ടൻ. നന്നായാലും ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ വീണ ഉണ്ടാക്കുന്ന കമ്പനിയുടെ അടുത്തെത്തി. ഞാനും ഫ്ലാഷും ഒരുപോലെയാണ്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഷസാമിന്റെ ചേട്ടൻ. ഓ മൈ ഗോഡ്, ആ മിന്നലാ. ഫ്ലാഷ് മീൻസ് ഷസാമിന്റെ ബ്രദർ. ഷസാമിനെ അറിയോ? കാണാൻ അവൻ നമ്മളെ തേച്ചു. വീണുണ്ടാക്കുന്ന വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേസത്. നിയർ പാലസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ ഉള്ളൂ ഇങ്ങോട്ടുള്ള വഴിയിലേക്ക്. കൊത്തുപണികൾ ചെയ്യുന്ന ശബ്ദങ്ങൾ നമ്മുടെ കാതിലേക്ക് വരുന്നുണ്ട്. എനിക്കതന്നെ അപ്പുറത്തെ വഴിയാന്ന് തോന്നുന്നു. അതെ, ആ ഡോറ് കയറിയ വഴിയല്ല, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീണൈ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളത്. കമ്പനി എന്ന് പറയാനില്ല, എന്തായാലും ഉണ്ടാക്കുന്ന സ്ഥലത്തിന് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. അവിടെ ഇതാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ അങ്ങോട്ടുള്ള വഴി. അതാടാ ആ തടി ഇരിക്കുന്നുണ്ടാ, അത് വീണുണ്ടാക്കുന്നതാ. അപ്പൊ കേസ് അങ്കാണ് അണ്ണാൻ കുറെ അണ്ണാനുണ്ടല്ലോ അവിടെ, കുറെ അണ്ണാനുണ്ട്. മൊത്തം വീണുണ്ടേ. ഓരോ സ്ഥലത്തും പല സ്റ്റൈലിലുള്ള വീണുകൾ.
പണിന്ന് വെച്ചേക്കുന്ന വീണയാണ് ഇത്. തുടല് ഇത് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ഇതിന് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ് ടൈറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇതിനകത്തൊക്കെ. ബാക്കിയെല്ലാം പണി ഇങ്ങനെ വീണുകളായി കാണണം. ഇതിൻ്റെ തുമ്പത്ത് കാണുന്ന ഒരു ഇത് കണ്ട ഒരു ഡ്രാഗൻ്റെ ഒക്കെ ഒരു ഫേസ് പോലെ ചെത്തിയെടുത്തേക്കുന്നതാണ് കാണുന്നത്. എന്തൊരു കണ്ണ്, ചെവി, പല്ലുകൾ. ഒരു വീണ കംപ്ലീറ്റ് ആക്കാൻ ഏകദേശം 1 മാസം എടുക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ മരം ചെത്തി ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസുകൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ കാണുന്ന വാനിഷ് അടിച്ചേക്കുന്നതായിരിക്കും. ഇതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ഗമ്മൊക്കെ ഇട്ട് ഇത് വരച്ച് ലെവൽ ചെയ്യും. ഇങ്ങനെ വരുന്ന റൗണ്ട് തടിയിൽ നിന്ന് ഇങ്ങനെ റെഡിയാക്കി അത് അവിടെ ഇങ്ങനെ കൊത്തി പിന്നെ ഇങ്ങനെ ലെവലാക്കി വാർണിഷൊക്കെ അടിച്ച് റെഡിയാക്കി പിന്നീട് അതിൻ്റെ മുകളിൽ കൂടെ ഉള്ള കമ്പി നെയ്ത് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള വീണയിലേക്ക് ഇതാകും. ഒരുപാട് പ്രോസസ്സിങ് കൂടെ കടന്ന് 1 മാസത്തിൻ്റെ സമയം എടുത്തിട്ടാണ് ഓരോ വീണയും റെഡിയാക്കുന്നത്. കേസ് അങ്ങനെ വീണാ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് പാലസിൻ്റെ അവിടെ നിന്നിരിക്കുകയാണ്, തണൽ കൊള്ളാൻ വേണ്ടി പാലസിൻ്റെ അവിടെ നിന്നിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയ പൈനാപ്പിളും മാങ്ങയുമാണ്. ചാതോട്ട് മിണ്ടാൻ പാടില്ല. ഗെയിം അതാണ്. അത് ആക്ട് ചെയ്താണെങ്കിൽ ലാലേട്ടൻ തലേമ ദുൽഖർ തലേക്കെട്ടുണ്ട് ഉസ്താദാണോ മൊട്ടത്തല. ഞാൻ തലേക്കെട്ടിട്ട് ഇങ്ങനെ മിന്നൽ മുരളിയിൽ തന്നെ എടുക്കാൻ നോക്കിയത്. അപ്പത്തേക്ക് നിങ്ങള് ഓരോ മിന്നൽ മുരളി സിനിമ അല്ല ഒരു വാക്കുള്ളൂ. ഒട്ടക, ആന, പഴം, ആര, പഴം, പഴം വീണു, വാ, അവാർഡ്, അവാർഡ് പഴമാണ്. അവാർഡ് ദോസ്ത്. ഓട്ടം, ലാംഗ്വേജ് മണ്ണനെ എങ്ങനെയായിട്ടാണ് വേറെ ലാംഗ്വേജ്. 2 റൗണ്ട് ഓടൂ നടക്കൂ ബൈ. ടാസ്ക് കൊടുത്തേക്കുന്നത് സ്പീഡിലെടുക്ക്. മാറ്റി അങ്ങനെ നമ്മൾ പാലസിന്റെ അവിടെ ഇരിക്കായിരുന്നു. ഇവിടെ നിന്ന് ഇനി ഇറങ്ങാണ്. കുറച്ച് നേരം തണലത്ത് ഇരുന്നതാണ്. പിന്നെ കുറച്ച് നേരം വീണ്ടും റൂമിലേക്ക് പോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും, റിട്ടേൺ പോകും. ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പോണത്. ഇതാണ് തഞ്ചാവൂർ ഡോൾസ്. അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കമ്പനി മീൻസ് ചെറിയ ഷോപ്പാണ്. കിട്ടിയില്ല
ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാണ് നമ്മുടെ ഫുഡ് കഴിച്ചതിൻ്റെ ബിള്ള. ശോകമാണ് ഫുഡിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ ശോകമാണ്. തമിഴ്നാട്ടിലേക്ക് എന്തൊക്കെ ഫുഡാ കിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ ചെന്ന് അൽഫാം കഴിച്ച നമ്മൾ വേണം പറയാൻ. അതെ, ഞാൻ കഴിച്ചത് തന്തൂരി, അവർ കഴിച്ചത് ഷവായി, അനീഷ കഴിച്ചത് ഫ്രൈഡ് റൈസ്. ഓക്കെ, നമ്മളെന്നാ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ചാർജറുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മളിവിടെ 10 രൂപ കടയുണ്ട്, അവിടെ കയറിയാണ്. 10 രൂപ, 20 രൂപ, 30 രൂപയുടെ കടകളാണ് മൊത്തം. നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കാണ്. അപ്പം എന്നാലും ഇങ്ങോട്ട് കയറിയിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടുത്തെ ചെറിയ മാളാണ്. അങ്ങനെ മാളിൽ തേരാപ്പാരയാണ്. കുറേ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാവരും പല വഴിക്ക്. പത്രങ്ങൾ, ഇത് സൂപ്പർ മാർക്കറ്റില്ല, ഇവിടുത്തെ ചെറിയൊരു മാളാണ്. ഗൈസ്, അങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോയിരുന്നു. എന്നിട്ടിപ്പോൾ നമ്മൾ തഞ്ചാവൂർ ഡോൾ നോക്കാൻ, തഞ്ചാവൂർ പാവ അത് നോക്കാൻ പോണം. ഗൈസ്, നമ്മളങ്ങനെ തഞ്ചാവൂർ പാവ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ഇവിടെ നമ്മുടെ ഡോള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു പാവാച്ച വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോകണം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരു തഞ്ചാവൂർ ഡോൾ വാങ്ങിച്ചെടുക്ക്. ഇത് കഥകളി അവിടെ നിന്ന് ഇറങ്ങാണ്. ഷോപ്പ്. ഓക്കെ, അങ്ങനെ ഒരു പാവാച്ച വാങ്ങിച്ചു. അവരൊക്കെ അവിടെ ഷോപ്പിൽ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ 2 പേരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി റൂമിൽ പോകണം, ബാഗൊക്കെ ഒന്ന് എടുക്കണം. അതിൻ്റെ നേരെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, പോയിട്ട് വരാം. ബൈ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇത് അഫ്സി വായക, ബാക്കിയുള്ളവർ മറ്റേ വണ്ടിയിലുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് 6:15 ട്രെയിൻ. സമയം ഇപ്പോൾ ഏകദേശം 5:30-5:45 അടുത്തായി. ഞാനങ്ങനെ ഒരു ഫ്രൂട്ടിയും ഒരു വെള്ളവും വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ കൊടി മാറുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സ്റ്റേഷനെത്തി. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന, വീടുകളിൽ കാണുന്ന പട്ടിയിറക്ക് പൊങ്ങല്ലേ. ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിനിന് വേണ്ടി. ട്രെയിൻ ഒരു 3/4 മണിക്കൂർ ലേറ്റാണ്. ഇനി ഇവിടെ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു 6:15 ഈ ടൈമിലാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ 7 മണി അടുത്താവും ഇന്നിവിടെ ട്രെയിൻ എത്തുമ്പോൾ എന്നാണ് മൈ ട്രെയിനിൽ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇവിടുത്തെ കുറച്ച് ഷോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ഗുഡ് ബൈ. അങ്ങനെ ഫൈനലി ഗൈസ്, നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുന്നു. ഇതാ വരുന്നത് നമ്മുടെ ട്രെയിനാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് ഏകദേശം 3/4 മണിക്കൂർ വൈകിയാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടി. ഇതൊക്കെ നമ്മളങ്ങനെ ട്രെയിനിലേക്ക് കയറാൻ പോകുന്നു. ഓ മൈ ഗോഡ്, തിരക്കുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോകണം. നമ്മൾ രാത്രിത്തേക്ക് പിസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഞങ്ങളെന്തായാലും ട്രെയിനിൽ കയറിയിട്ട് വരാം. ബൈ. ഹലോ ഗൈസ്, അവർക്ക് അവിടെയാണ് സീറ്റ്, എൻ്റെ സീറ്റ് ഇവിടെയാണ്. അവരവിടെയാണ് ഇടുന്നത്. ആ ഗ്യാങ് മൊത്തം അവരാണ്.
അങ്ങനെ അവർ അവിടെയും ഞാനിവിടെയും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. നമസ്കാരം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പാർസൽ വാങ്ങിച്ചേക്കുന്നത് പിസ്സയാണ് ഗൈസ്, പിസ്സ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോണ്. നാളെ രാവിലെ ഏകദേശം 6 മണിക്ക് ആലുവ എത്തും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, വീടെത്തണവരും കാണും എന്നെ. അല്ല വേണ്ട, ഇവിടെ വരെ മതി. നാളെ രാവിലെ ഏകദേശം നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിലെത്തും. വീട്ടിലെത്തി കണ്ട് 2 മണിക്ക് വർക്കിനാണ് കേസ്. 2 മണിക്ക് വർക്കിനാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വർക്കുണ്ട്. അപ്പോൾ 6 മണിക്ക് വീടെത്തി കിടന്നുറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഏകദേശം വർക്കിന് പോകണം. അപ്പോൾ എന്തായാലും കഴിക്കാൻ പോണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.